വാതിൽപ്പടി വിതരണക്കാരുടെ സമരത്തിൽ നിശ്ചലമായി സംസ്ഥാനത്തെ റേഷൻ വിതരണം. സംസ്ഥാനത്തെ മിക്ക റേഷൻ കടകളിലും ഉൽപ്പന്നങ്ങൾ കാലിയായി കഴിഞ്ഞു. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് റേഷൻ വ്യാപാരികളുടെ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരാറുകാരുടെ സമരം മൂലം റേഷൻ മുടങ്ങുന്നത് 1.5 വർഷത്തിനിടെ ഇത് 5ാം തവണയാണ്. കരാറുകാർ ഇത് 6ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് തോന്നുന്നത് സമരം ചെയ്യുന്നത്. 5ാമത്തെ 6ാമത്തെ പ്രാവശ്യമാണ് സമരം ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് സമരം ചെയ്യുക. എന്താണ് ഇതിൻ്റെ അവസ്ഥ? ഇതിന് ബഹുമാനോടെ മുഖ്യമന്ത്രി തന്നെ ഇതിൽ ഇടപെടണം. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ മേഖല ഇത് കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടൊരു മേഖലയാണ്. കേരളത്തിലെ പട്ടിണി മാറ്റുന്ന ഈ മേഖലയെ അസ്വസ്ഥരാക്കുന്ന ഒരു രീതിയിലാണ് ഒരു ഭാഗത്ത് തൊഴിലാളികൾ ഇടയ്ക്കിടയ്ക്ക് തൊഴിലാളികൾ പല മേഖലകളിൽ സമരം ഉണ്ടാക്കുക. തോക്കുകൂലി ഒക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ പല വിഷയങ്ങളും പറഞ്ഞ് തൊഴിലാളികളുടെ സമരം, പണം കിട്ടാത്തത് കൊണ്ട് കരാറുകാരുടെ സമരം, ലോറിക്കാരുടെ സമരം കുറെ കാലമായി തുടങ്ങിയിട്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. പൊതുവിതരണ രംഗം സുതാര്യവും ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കണമെങ്കിൽ ഈ മേഖല സംരക്ഷിക്കേണ്ട ബാധ്യത കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കുമാണ്. പ്രജിത് മോഹനൻ വിവരങ്ങളുമായി ചേരുന്നു. പ്രജിത്ത്, വളരെ പ്രസക്തമായ ഒരു പ്രതികരണമാണ്. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കേണ്ട ആവശ്യകത സർക്കാരിന് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന സാധാരണക്കാരുടെ അവസ്ഥ കൂടി. അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് ഈ റേഷൻ കടകളിലേക്ക് റേഷൻ ഉൽപ്പന്നങ്ങൾ എത്തിക്കേണ്ട വാതിൽപ്പടി വിതരണക്കാർ, ട്രാൻസ്പോർട്ടിംഗ് വാഹനങ്ങളുടെ കരാറുകാരായിട്ടുള്ള ആളുകൾ സമരത്തിലാണ്. ഏതാണ്ട് 125 കോടിയാണ് കഴിഞ്ഞ ജനുവരി മുതൽ ഇവർക്ക് സർക്കാർ നൽകാനുള്ളത്. ഇത് കുടിശ്ശിക പണമായി കൂടുന്ന സമയത്ത് പലപ്പോഴും സർക്കാരിൻ്റെയും സപ്ലൈകോയുടെയും ഇതിൻ്റെ നോഡൽ ഏജൻസിയായ സപ്ലൈകോയുടെയും ഒക്കെ പലതവണ ഈ ആവശ്യം ഉന്നയിച്ച് ഈ കരാറുകാർ സമീപിച്ചതാണ്. പക്ഷേ അപ്പോഴും പണം ഉടൻ തന്നു തീർക്കാമെന്നുള്ള ഒറ്റ വാക്കല്ലാതെ ഒരു തരത്തിലുള്ള നടപടികളിലേക്കും സർക്കാരും സപ്ലൈകോ ഒന്നും പോയിരുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇനി വാതിൽപ്പടി വിതരണം നടത്തണമെങ്കിൽ തരാനുള്ള 125 കോടിയോളം വരുന്ന കുടിശ്ശിക പണം നൽകിയാൽ മാത്രമേ വിതരണവുമായി മുന്നോട്ട് പോകൂ എന്നൊരു തീരുമാനത്തിലേക്കായി ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് ആയിട്ടുള്ള അവരുടെ ആളുകൾ പോയിട്ടുള്ളത്. സംസ്ഥാനത്തെ 55ഓളം കരാറുകാരാണ് ഈ 75ഓളം താലൂക്കുകളിലായി ഈ പറയുന്ന രീതിയിൽ റേഷൻ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഇവരുടെ വാഹനങ്ങൾ ഓടിയില്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്താത്ത സാഹചര്യം ഉണ്ടാകും. അതാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ മിക്ക റേഷൻ കടകളും ഏതാണ്ട് 70% പുറത്തുള്ള റേഷൻ കടകളിലും ഏതാണ്ട് എല്ലാ സാധനങ്ങളും തീർന്നിരിക്കുന്നു. മറ്റ് റേഷൻ കടകളിലും 1-2 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും കാലിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഈ പണം തന്നു തീർക്കാമെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ഇടപെടലും നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുതന്നെയാണ് ഇപ്പോൾ ഈ റേഷൻ വ്യാപാരികളും ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 5 തവണയാണ് ഈ പറയുന്ന രീതിയിൽ ഈ പണം നൽകാത്തതിന്റെ പേരിൽ വാതിൽപ്പടി വിതരണക്കാർ സമരത്തിലേക്ക് പോകേണ്ടി വന്നത്. റേഷൻ വ്യാപാരികളും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് റേഷൻ കടകൾ പൂർണ്ണമായും അടച്ചിട്ടുള്ള ഒരു സമരത്തിലേക്ക് നീങ്ങിയിരുന്നു. അന്നും സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഈ വാതിൽപ്പടി വിതരണക്കാർ കൂടി വീണ്ടും സമരത്തിലേക്ക് പോയതോടുകൂടി സംസ്ഥാനത്തെ റേഷൻ വിതരണം ഏതാണ്ട് അവതാളത്തിലായിരിക്കുന്ന സാഹചര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു തവണ ഇത്തരത്തിലൊരു ഈ വിതരണം നിലച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ, പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാൻ ദിവസങ്ങളെടുക്കും. അതോടുകൂടി ഓരോ മാസത്തെയും റേഷൻ വിതരണത്തിൽ പെൻഡിങ് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. പിന്നീട് ഈ റേഷൻ ഉൽപ്പന്നങ്ങൾ കൃത്യമായി എല്ലാവർക്കും എത്തിച്ചേരാത്ത ഒരു സാഹചര്യവുമൊക്കെ സംസ്ഥാനത്തുണ്ടാകും. പലതവണ ഈ റേഷൻ മേഖലയിലെ പല വിഭാഗം തൊഴിലാളികൾ, പല വിഭാഗം ജീവനക്കാർ, പല വിഭാഗങ്ങളിലായി ഈ പറയുന്ന സേവനത്തിന്റെ ഭാഗമാകുന്ന ആളുകളൊക്കെ അവരൊക്കെ സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. റേഷൻ വിതരണം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നിട്ട് പോലും മുൻകൂട്ടി നോട്ടീസ് നൽകിയിട്ട് പോലും ഇതിലൊന്നും ഒരു ഇടപെടൽ നടത്താൻ സംസ്ഥാന സർക്കാരിന്, ധനകാര്യ വകുപ്പിന്, സിവിൽ സപ്ലൈസ് വകുപ്പിന് ഒന്നും സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയ ഗുരുതരമായ സാഹചര്യം സംസ്ഥാനത്തുണ്ട്. അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം 100% നിന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇപ്പോൾ തന്നെ റേഷൻ കടകൾ ഏതാണ്ടെല്ലാം കാലിയായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികൾ തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അടിയന്തരമായി ഈ സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റേഷൻ വ്യാപാരികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പലരും വാടക കെട്ടിടങ്ങളിൽ ഉയർന്ന തുക വൈദ്യുതിക്കും വെള്ളത്തിനും ഒക്കെ ചെലവഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പണം ചെലവഴിച്ചുകൊണ്ടാണ് ഈ റേഷൻ കടകളൊക്കെ പ്രവർത്തിക്കുന്നത്. ആ പണവും വേസ്റ്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സംസ്ഥാന സർക്കാർ മുൻകൂറായി ഇത്തരം സംവിധാനങ്ങൾക്ക് പണം നൽകിയില്ലെങ്കിൽ പലർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അതുതന്നെയാണ് ഈ പറയുന്ന റേഷൻ വിതരണക്കാരായിട്ടുള്ള ഇപ്പോൾ സപ്ലൈകോയുടെയും AFCയുടെയും ഒക്കെ ഗോഡൌണുകളിൽ നിന്ന് സാധനങ്ങൾ ഈ പറയുന്ന റേഷൻ കടകളിലേക്ക് നൽകേണ്ട കോൺട്രാക്ടേഴ്സും സമരത്തിലേക്ക് പോയതോടെ സംഭവിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ സമരത്തിനൊരു ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന്റെ ഭാഗത്ത് ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണമായും നിലയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. അനു, തീർച്ചയായും